കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പ് വ്യവസായ രംഗത്ത് തന്നെ നാഴികക്കല്ലായി കൊച്ചിയിലെ ആഗോള നിക്ഷേപക സംഗമത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രിമാർ, ഗൾഫ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, വ്യവസായ പ്രമുഖർ തുടങ്ങി നിരവധി പേരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഉമേഷ്, ആഗോള നിക്ഷേപ സംഗമം പ്രൗഢഗംഭീരമായി തുടരുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അതെ അജിംഷാദ്, ആഗോള നിക്ഷേപക ഉച്ചകോടി അത് 2 ദിവസങ്ങളായാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഇന്ന് പ്രൗഢഗംഭീര തുടക്കം തന്നെയായി എന്ന് നമുക്ക് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേരളം മാതൃകയാണ്, രാജ്യത്തിന് തന്നെ മാതൃകയാകുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാനവശേഷി വികസനത്തിൽ വൻ വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായത്. ദേശീയപാത വികസനത്തിന് അതിവേഗം ഭൂമി ഏറ്റെടുത്ത് നൽകാനടക്കം സാധിച്ചിട്ടുണ്ട്. വ്യവസായ സംരംഭങ്ങൾക്ക് വലിയ പിന്തുണ നൽകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് കേരളത്തിന് എത്താനായി എന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. സ്റ്റാർട്ടപ്പുകൾക്കടക്കം മികച്ച സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തുടനീളം തൊഴിൽ മേളകൾ നടത്താൻ കഴിഞ്ഞു. നിക്ഷേപ സൗഹൃദമായി സംസ്ഥാനം മാറിക്കഴിഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ വരുന്ന നിക്ഷേപകന് വ്യവസായം തുടങ്ങാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നതായി മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇൻ്റർനെറ്റ് അവകാശമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് എത്തിക്കാൻ കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം വലിയ ചുവടുവയ്പ്പാണ് കേരളം നടത്തിയതടക്കം ഈ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ ഇനിയും സാധ്യമായ എല്ലാ വഴികളും സംസ്ഥാനം തേടും എന്നും മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഈ ഉദ്ഘാടന ചടങ്ങിൽ 3 കേന്ദ്രമന്ത്രിമാർ സംസാരിക്കുകയുണ്ടായി. കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി, അദ്ദേഹം വികസന കാര്യത്തിൽ കേരളം രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു സംസ്ഥാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ടൂറിസം രംഗത്തടക്കം കേരളം വലിയ പുരോഗതിയാണ് കൈവരിച്ചത്. വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനുള്ളൊരു സമയം കൂടിയാണ് ഇത്. കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ എല്ലാ പിന്തുണയും കേന്ദ്രം നൽകും എന്നും നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് പുതുതായി തുടങ്ങാൻ പോകുന്ന കേന്ദ്രത്തിൻ്റെ പിന്തുണയോടെ തുടങ്ങാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇന്ന് സംസാരിക്കുകയുണ്ടായി. ഒപ്പം അദ്ദേഹത്തെ കൂടാതെ സംസാരിച്ചത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അദ്ദേഹവും ഈ കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടലുകൾ ഒക്കെ ഉള്ളത് കേരളത്തിലാണ്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ വിവിധ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി വരികയാണ്. അദ്ദേഹം സിൽവർ ലൈനെക്കുറിച്ചും പരാമർശിച്ചു പോയി എന്നുള്ളതാണ്. ഈ സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കൊച്ചി വാട്ടർ മെട്രോ അത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒന്നാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞത് UP-യിലടക്കം അദ്ദേഹം ചെന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയോടടക്കം ഇക്കാര്യം സൂചിപ്പിക്കും. അതായത് കേരളത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള വികസന മാതൃക അതേക്കുറിച്ച് പഠിക്കണം എന്ന് UP മുഖ്യമന്ത്രിയോട് താൻ ആവശ്യപ്പെടും എന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം സംസാരിക്കേണ്ട അദ്ദേഹവും കേരളത്തിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറയുന്നു. വ്യവസായ സൗഹൃദമാക്കാനുള്ള കേരള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ 2 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 2 മന്ത്രിമാരും ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അവരും കേരളത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പിന്തുണ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അജിംഷാദ്.